CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും ജുഡീഷ്യറിയുടെ മേൽനോട്ടത്തിൽ തെരഞ്ഞെടുപ്പുകൾ നടത്തണമെന്നും KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം TN പ്രതാപൻ. വോട്ടുകൊള്ളയ്ക്കെതിരെ രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് കോൺഗ്രസ് പാവറട്ടി ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച ഫ്രീഡം ലൈറ്റ് നൈറ്റ് മാർച്ച് TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ഉപജില്ലാ ശാസ്ത്ര ഗണിതശാസ്ത്ര IT പ്രവൃത്തി പരിചയമേള സെപ്റ്റംബർ 22, 23 തീയതികളിലായി പഴഞ്ഞിയിൽ നടക്കും. സ്വൈര്യമായി ജീവിക്കാൻ അയൽവാസികളായ ചിലർ അനുവദിക്കുന്നില്ലെന്നാരോപിച്ച് വീട്ടമ്മരംഗത്ത്. ചൊവ്വന്നൂർ ചോഴിയാട്ടിൽ ഗോപിമകൾ CG സന്ധ്യയാണ് പ്രദേശവാസികളായ ചിലർക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയത്. യുവതിയുടെ സ്വകാര്യ ചിത്രങ്ങൾ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും വാട്സാപ്പിൽ അയച്ചു നൽകുകയും യുവതിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത കേസിൽ യുവാവ് അറസ്റ്റിൽ. എടക്കഴിയൂർ വട്ടംപറമ്പിൽ 37 വയസ്സുള്ള ഇമ്രാജിനെയാണ് വടക്കേക്കാട് പോലീസ് കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. ചാവക്കാട് തെക്കേ ബൈപ്പാസിൽ കാർ നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് പാടത്തേക്ക് ചെരിഞ്ഞു. വെള്ളിയാഴ്ച പുലർച്ചെ 4:30 അപകടം. കോൺഗ്രസ് കടവല്ലൂർ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഫൈസൽ കാഞ്ഞിരപ്പള്ളിയെ ജില്ലാ നേതൃത്വം നീക്കം ചെയ്ത നടപടി പുനഃപരിശോധിക്കണമെന്ന് മണ്ഡലം കമ്മിറ്റി യോഗം സംസ്ഥാന നേതൃത്വത്തിനോട് ആവശ്യപ്പെട്ടു. അമ്മമാർക്ക് ഓണപ്പുടവയും കിറ്റും പെൻഷനും നൽകി തിരുവെങ്കിടം സുഹൃതം ഓണം ആഘോഷിച്ചു. നടൻ മീനരാജ് രാഘവൻ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കടങ്ങോട് പഞ്ചായത്തിലെ 13-ാം വാർഡിലെ 2-ാം നമ്പർ പോളിംഗ് ബൂത്ത് മാറ്റി നിശ്ചയിക്കണമെന്ന് മുൻ വാർഡ് മെമ്പർ PC ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ആവശ്യപ്പെട്ടു. തൃശൂർ നോർത്ത് ജില്ലാ SC മോർച്ച പ്രസിഡന്റായി അഭിലാഷ് തയ്യൂരിനെ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ തിരഞ്ഞെടുത്തു. മേളപ്രമാണി ചൊവ്വല്ലൂർ മോഹനവാര്യർക്ക് വാദ്യകലാകാരന്മാരുടെയും ആസ്വാദകരുടെയും കൂട്ടായ്മ വീരശൃംഖല സമ്മാനിച്ചു. പരമ്പരാഗതവും ശാസ്ത്രീയവുമായ രീതികൾ സംയോജിപ്പിച്ചുകൊണ്ട് മികച്ച രീതിയിൽ കൃഷി ചെയ്യുന്ന തൊഴിയൂർ വൈശ്യമേട്ടിൽ റഷീദിനെ പ്രകൃതി സംരക്ഷണ സംഘം ആദരിച്ചു. അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബയോ ബാങ്കിങ്ങിൽ ഡോക്ടറേറ്റ് നേടിയ തിരുവത്ര കുഞ്ചേരി സ്വദേശിനി ഡോക്ടർ ബിന്ദുവിനെ ദേശാഭിമാനി വായനശാലയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. പീഡനാരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വിവിധയിടങ്ങളിൽ പ്രകടനവും പ്രതിഷേധയോഗവും നടത്തി. അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ ഇരിങ്ങപ്പുറം മേഖലാ സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം KR സീത ഉദ്ഘാടനം ചെയ്തു. യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ടൈലർ തൊഴിലാളിയായ വട്ടമാവ് കൊടമരക്കുന്ന് തേരിൽ കൃഷ്ണൻകുട്ടി മകൻ അനീഷിനെയാണ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.